صلى الله عليك يا سيدي يا رسول الله خذ بيدي قلت عيلتي يدركني يا رسول الله. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇബാദത്തുകളും നമ്മുടെ നോമ്പുകളും ഇഅ്തികാഫുകളും ഒക്കെ ഖബൂൽ ചെയ്യുമാറാകട്ടെ. എല്ലാവരും ഇഅ്തികാഫിന്റെ നിയ്യത്ത് അത് നിങ്ങൾ വെച്ചിട്ടുണ്ടാവും എന്നുള്ളത് കൊണ്ടാണ് ഓർമ്മപ്പെടുത്തുക. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഇനി എപ്പോൾ പള്ളി കയറുമ്പോഴും 5 മിനിറ്റ് ആണെങ്കിലും ഇഅ്തികാഫിന്റെ നിയ്യത്ത് ഉണ്ടെങ്കിൽ അത് എപ്പോഴും കൂലിയുള്ളതാണ്. മുമ്പ് ഞാൻ സൂചിപ്പിച്ചു എന്നാണ് എൻ്റെ ഓർമ്മ. ഇനി പ്രത്യേകമായിട്ടൊന്ന് ശ്രദ്ധിക്കണം. നോമ്പല്ലേ, 5 മിനിറ്റ് ആണെങ്കിലും പള്ളിയിൽ ഇരിക്കുമ്പോൾ ഇഅ്തികാഫിന്റെ നിയ്യത്തിലിരുന്നാൽ വലിയ കൂലിയാണ്. അല്ലാഹു തആലാക്ക് വേണ്ടി ഈ പള്ളിയിൽ ഞാൻ ഇഅ്തികാഫ് ഇരിക്കുന്നു എന്ന് മനസ്സിൽ കരുതിയാൽ മതി. നാവുകൊണ്ട് പറയല് സുന്നത്തേ ഉള്ളൂ. അപ്പൊ അതൊന്ന് നല്ലോണം ശ്രദ്ധിക്കണം. അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. നാം ചർച്ച ചെയ്തുകൊണ്ടിരുന്ന വിഷയം റബ്ബിനെ അറിയാൻ അതിന് തടസ്സം നിൽക്കുന്ന മാർഗങ്ങളാണ്. അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പറഞ്ഞു, അള്ളാഹുവിനോട് അറിയുന്നതിനെയും അവനെ സ്മരിക്കുന്നതിനെയും നമുക്ക് തടസ്സം നിൽക്കുന്ന വിഷയങ്ങളിൽ ഒന്നാണ് സമ്പാദ്യം. അപ്പൊ ആ വിഷയങ്ങളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത്. സമ്പാദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഏറ്റവും കൂടുതൽ ദുഷിപ്പിക്കുന്ന, നമ്മുടെ അമലുകൾ നഷ്ടപ്പെടുത്തി കളയുന്ന ഒന്നും കൂടിയാണ്. കാരണം കൃത്യമായിട്ടല്ലെങ്കിൽ അപ്പൊ അതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത്. അതിൽ കച്ചവടപരമായി ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനി അതിൽ നമുക്ക് പറയാനുള്ളൊരു വിഷയമാണ് പലിശയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം. നമ്മളെയും നമ്മുടെ സമ്പാദ്യത്തെയും മലിനമാക്കുന്ന ഒരു വിഷയമാണ് പലിശ എന്ന് പറയുന്നത്. അത് പറയുമ്പോൾ ഒറ്റയടിക്ക് തന്നെ നമുക്ക് പറയാനുള്ള ഒറ്റ മറുപടി ഓർമ്മയുള്ളൂ, ഉസ്താദ് ഇന്നത്തെ കാലത്ത് അങ്ങനെ കഴിയുമോ? പലിശയുമായിട്ട് ബന്ധപ്പെടാതെയുള്ളൊരു ലൈഫ് ഇന്നത്തെ നമുക്ക് ഊഹിക്കാൻ കഴിയില്ല. സത്യം പറഞ്ഞാൽ നമ്മൾ അങ്ങനത്തെ ഒരു ജീവിതത്തിനോട് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാഹചര്യത്തിനോട് നമ്മൾ ഇഴകിച്ചേർന്നത് കൊണ്ട് നമുക്കത് സാധ്യമല്ല എന്ന് തോന്നിപ്പോവുകയാണ്. എന്നാൽ അങ്ങനെ പറയാൻ പറ്റുമോ? അങ്ങനെ ഇന്നത്തെ കാലത്തൊന്നും ഇങ്ങനെ പറഞ്ഞ മാതിരി, ദീന് പറഞ്ഞ മാതിരി ജീവിക്കാൻ കഴിയില്ല എന്ന് നമ്മൾ പറയാൻ പാടില്ല. അങ്ങനെ പറയുന്നത് മുർത്തദാവും. മുർത്തദ് എന്ന് പറഞ്ഞാൽ എന്താ? ദീനിന്ന് പുറത്തു പോകും. എന്താ ആ വാക്കിന് ഇത്ര വലിയ ഗൗരവം എന്ന് പറഞ്ഞാൽ, ഇസ്ലാം എന്ന് പറയുന്നത് എല്ലാ കാലഘട്ടത്തിനും അംഗീകരിക്കാനും ഉൾക്കൊള്ളാനും പറ്റുന്ന രൂപത്തിലാണ് അല്ലാഹു തആല സംവിധാനിച്ചത്. അപ്പൊ ഇന്ന് ഇസ്ലാം പറഞ്ഞ രൂപത്തിലൊന്നും ജീവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ നിയമം ഉൾക്കൊള്ളാൻ കഴിയാത്തതാണ് എന്ന് നമ്മൾ പറയാം. അള്ളയും റസൂലും പറഞ്ഞത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതാണ്, കാരണം മനുഷ്യർക്ക് പ്രയാസമുള്ളതാണ്. അപ്പൊ അത് മഹാന്മാര് പറയുന്നുണ്ട്, അത് ഭയങ്കര ഗൗരവമുള്ള വാക്കുകളാണ്. നമ്മളറിയാതെ ദീനിൽ നിന്ന് പുറത്തു പോകുന്ന കുറേ വിഷയങ്ങളുണ്ട്. അതിൽ പെട്ടതാണ് എന്ത്? ഒരു ഫർദിനെ സുന്നത്തായി ചിത്രീകരിക്കുക. അത് ഫർദ് നിർബന്ധം. നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു, ഓർമ്മയുണ്ടോ? നിസ്കാരം അത് നിർബന്ധമൊന്നുമല്ല, അല്ലെങ്കിൽ നോമ്പ് അത് നിർബന്ധമൊന്നുമല്ല, ചെയ്താൽ മതി. അല്ലാതെ ഇപ്പൊ ഈ പറയണ അത്ര ഗൗരവമൊന്നുമില്ല എന്ന് കരുതുകയോ പറയുകയോ ചെയ്താൽ ദീനിൽ നിന്ന് പുറത്താണ്. അത് ഞാൻ പറഞ്ഞതല്ല. പിന്നെ അതേപോലെയാണ് ആ ഇസ്ലാമിന്റെ നിബിധങ്ങൾ. പലിശ ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. പലിശ ഹറാമാണ് ഇല്ലേ? ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. ഇന്നൽ ഖംറ വൽ മൈസറ വൽ അൻസാബ അതിൽ പറയുന്നുണ്ട്. അതേപോലെ തന്നെ പലിശയെക്കുറിച്ച്, റിബയെക്കുറിച്ച് ഒരുപാട് ആയത്തുകളും ഹദീസുകളും വന്നിട്ടുണ്ട്. പലിശ ഭക്ഷിക്കുന്നവനും അത് കൊടുക്കുന്നവനും വാങ്ങുന്നവനും അതിന് സാക്ഷി നിൽക്കുന്നവനും എന്ന് പറഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടതിലൊക്കെയും അപകടം തന്നെയാണെന്ന്. എന്നാൽ നമ്മളൊരു രാജ്യത്ത് ജീവിക്കുമ്പോൾ ആ രാജ്യത്തിന്റെ നിയമ സംവിധാനങ്ങളോട് അംഗീകൃതമായിട്ട് നിർബന്ധിതമായും നമ്മളൊരു പക്ഷെ എന്ത് ചെയ്യേണ്ടി വരും? പലിശയുമായിട്ട് ബന്ധപ്പെടേണ്ടി വരും. അങ്ങനെ ബന്ധപ്പെട്ടാൽ തന്നെയും എന്ത് ചെയ്യണം? അത് നമ്മൾ അറിഞ്ഞുകൊണ്ടോ ആഗ്രഹം പ്രകടിപ്പിക്കാതെയോ അതിൽ നിന്ന് മാറി നിൽക്കണം. ഉദാഹരണം പറഞ്ഞൊരു വാഹനം ഇൻഷൂർ അല്ലെങ്കിൽ അതുപോലെയുള്ള വശം, അല്ലെങ്കിൽ ലോണ്. കാരണം ഇപ്പൊ ഡയറക്റ്റ് പൈസ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ കൃത്യമായ അതിന്റെ സോഴ്സും കാര്യങ്ങളും കാണിക്കാതെ ഒരു വാഹനം എടുക്കൽ പ്രയാസം. അല്ലെങ്കിൽ നമ്മളുമായിട്ട് ബാങ്ക് അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പലിശ കയറി വരിക. അപ്പൊ അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഇതിനൊക്കെ ഒരുപാട് ബദൽ സംവിധാനങ്ങളുണ്ട്, പലിശരഹിത വായ്പകളൊക്കെ ഉണ്ട്. അപ്പൊ കഴിവിന്റെ പരമാവധി നമ്മുടെ ജീവിതത്തിൽ നിന്ന് പലിശയെ മാറ്റി നിർത്തേണ്ടതാണ്. ഇന്നിപ്പോ അങ്ങനെയല്ല, നിസ്സാര വിഷയങ്ങൾക്ക് പലിശയെ ആശ്രയിക്കുക അല്ലേ? പെട്ടെന്ന് എന്തെങ്കിലും ഒരു വിഷയം വന്നാൽ ഒറ്റയടിക്ക് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് എന്താ? പണയം വെക്കുക, ലോൺ എടുക്കുക. കുഴപ്പമില്ല, അടച്ചു തീർത്താൽ മതിയല്ലോ. പലിശയുമായി ബന്ധപ്പെട്ട വിഷയം അതിനൊന്നും റബ്ബിന്റെ മുമ്പിൽ നമുക്ക് പറഞ്ഞു നിൽക്കാൻ പറ്റുന്ന കാരണങ്ങളല്ല.
അത് ഗൗരവത്തിൽ ചിന്തിക്കണം. നമുക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം, അത്ര ഇടങ്ങറായതുകൊണ്ട് നിങ്ങൾ പറയണമായിരുന്നല്ല, അള്ളഹാനോടല്ലേ ഞാൻ പറഞ്ഞോളാം എന്നൊക്കെ പറയാൻ പറ്റും. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റൂല, അത് നേരിട്ട് പോയി പറഞ്ഞാൽ പറ്റൂല എന്ന് പഠിപ്പിച്ച ആളും മുഹമ്മദ് റസൂലുള്ളാഹിയാണ്. അപ്പൊ അതുകൊണ്ട് അത് നല്ലോണം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. പലിശയുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങൾ അതിൽ വളരെ വളരെ രൂക്ഷമായിട്ടും ഗൗരവപൂർവ്വവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിനെ എതിർത്ത ഹദീസുകളൊക്കെ ഉണ്ട്. അതൊന്നും നമുക്ക് അറിയാഞ്ഞിട്ടൊന്നുമല്ല, പക്ഷെ നമ്മൾ അങ്ങനെ അങ്ങോട്ട് എന്ത് ചെയ്യാണ്. അപ്പൊ ജീവിതത്തിൽ അതൊന്ന് ശ്രദ്ധിക്കണം. ഒന്ന്, നമ്മൾ രക്ഷപ്പെടാത്തതും സാമ്പത്തികമായിട്ട് പുരോഗമനം പ്രാപിക്കാത്തതിൻ്റെയും കാരണങ്ങളിൽ ഒന്നതാണ് ഹറാമ്. നമ്മളുടെ സമ്പാദ്യത്തിൽ ഹറാമ് കലർന്നാൽ പിന്നെ അതിൽ ബറക്കത്ത് ഉണ്ടാവില്ല. അതിൽ പെട്ട ഒന്നാണ് പലിശ. രണ്ടാമത് സക്കാത്ത്. അതും ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. എന്ന് പറഞ്ഞാൽ മറ്റൊരാൾക്ക് അർഹതയുള്ള സമ്പാദ്യം നമ്മൾ പിടിച്ചു വെച്ചാൽ അതും കൂടി കലർന്ന സമ്പാദ്യം. സക്കാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? സാധുക്കളുടെ അവകാശമാണ്, ഔദാര്യമല്ല. അത് അർഹതപ്പെട്ട ആളുകളുടെ അവകാശമാണ്. അത് കൊടുക്കാതിരുന്നാൽ, ഉദാഹരണം, ഞാൻ സക്കാത്ത് കൊടുക്കാൻ അർഹനുള്ള ആളാണെങ്കിൽ എൻ്റെ സമ്പാദ്യത്തിൽ നിന്ന് കൃത്യമായ കണക്ക് പ്രകാരം ഇത്ര ശതമാനം അത് പാവങ്ങൾക്ക് അർഹതപ്പെട്ടതാണ്. അത് അവരുടെ അവകാശമാണ്. ആ ഒരു കൊടുക്കേണ്ട ടൈമും കഴിഞ്ഞിട്ട് അത് ഞാൻ പിടിച്ചു വെച്ചാൽ അവരുടെ മുതൽ ഞാൻ അപഹരിച്ചു വെച്ചതുപോലെയാണ്. നിങ്ങളുടെ മുതൽ ഞാൻ കട്ടെടുത്താൽ എങ്ങനെ, തരാതെ ഞാൻ പിടിച്ചു വെച്ചാൽ എങ്ങനെയാ? അതേ ലെവലാണ് അത് വരുന്നത്. അപ്പൊ സക്കാത്ത് കൂട്ടത്തിൽ ഒന്നും കൂടി പറയട്ടെ. സക്കാത്ത് എന്ന് പറഞ്ഞാല് റമദാൻ മാസം വരുന്ന സമയത്തിൽ എന്തെങ്കിലും 100 500 ഒരു 4-5 ആളുകൾക്ക് കൊടുത്തത് കൊണ്ട് സക്കാത്ത് വീടും എന്നാരും കരുതേണ്ടതില്ല. സക്കാത്തിന് കൃത്യമായ നിബന്ധനകളുണ്ട്, കൃത്യമായ കണക്കുകളുണ്ട്, കൊടുക്കപ്പെടേണ്ട ആളുകളുമുണ്ട്. അവർക്ക് തന്നെ കൃത്യമായിട്ട് കൊടുത്തെങ്കിലേ സക്കാത്തായിട്ട് പരിഗണിക്കും. സ്വർണത്തില്, വെള്ളിയില്, അല്ലെങ്കിൽ അതിൻ്റെ തത്തുല്യമായ സമ്പാദ്യത്തില്, കച്ചവടത്തില്, ധാന്യങ്ങളില്, മൃഗങ്ങളിലൊക്കെയും സക്കാത്ത് നിർബന്ധമാണ്. നമുക്കിവിടെ മൃഗങ്ങൾ എന്ന് പറയാൻ മാത്രം അങ്ങനെ എന്തില്ല. സക്കാത്ത് കൊടുക്കേണ്ട മൃഗങ്ങള് ആട്, മാട്, ഒട്ടകം, അല്ലെങ്കിൽ അത് ഇത്ര എണ്ണം വേണം. 40 ആടുണ്ടെങ്കിലാണ് ഒരു ആടിനെ സക്കാത്ത് കൊടുക്കണം. അപ്പൊ അങ്ങനെയുള്ള ഒരു ഇതൊന്നും ഉണ്ടാവില്ല. നേരെ മറിച്ച് നമുക്ക് വരല് കച്ചവടത്തിലും സമ്പാദ്യത്തിലുമാണ്. അതിലിപ്പോ നമ്മളൊരു ഉദാഹരണം പറഞ്ഞ സ്വർണം 85 ഗ്രാം എന്ന് പറഞ്ഞാൽ 10.5 പവൻ സ്വർണം ഒരാളുടെ കൈവശമുണ്ട്. ഒരു കൊല്ലം അത് ആ കൈവശമുണ്ടെങ്കിൽ അതിന്റെ 2.5% സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. നല്ല ശ്രദ്ധിക്കണേ. ഇസ്ലാമിന്റെ നിയമം ഞാൻ ഈ പറയുന്നത് 2.5% 85 ഗ്രാം സ്വർണം. 85 ഗ്രാം സ്വർണം എന്ന് പറഞ്ഞാൽ 10.5 പവൻ സ്വർണം ഒരാളുടെ കൈവശമുണ്ടെങ്കിൽ അതൊരു കൈവശം എങ്ങനെ വേണം? ഒരു കൊല്ലം പൂർത്തിയാകണം. ആ ഒരു സമ്പാദ്യം കയ്യിൽ വന്ന് ഒരു കൊല്ലം പൂർത്തിയായി എങ്കിൽ എപ്പോഴാണോ കൊല്ലം പൂർത്തിയാകുന്നത് അവിടെ നിന്ന് അങ്ങോട്ട് അതിന്റെ 2% സക്കാത്ത് കൊടുക്കൽ നിർബന്ധം. റമദാനിലല്ല. ഉദാഹരണം, ജനുവരി 1 എൻ്റെ കയ്യിൽ എന്ത് ചെയ്തു? ഒരു 10.5 പവൻ 11 പവൻ സ്വർണം ഉണ്ടായി. അടുത്ത ജനുവരി 1 വരെ അത് സ്വർണമായിട്ടുണ്ട്, ആഭരണമായിട്ട് ഉപയോഗിച്ചിട്ടില്ല. ആഭരണം എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ ധരിച്ചിട്ടില്ല, ഞാൻ ലോക്കറിൽ സൂക്ഷിച്ചു വെച്ചിട്ടാണ്. ഇന്നിപ്പോ അങ്ങനെ ഉണ്ടാവും. താൽക്കാലികം ചെറിയത് 1-2 നമ്മൾ യൂസ് ചെയ്യുള്ളൂ, ബാക്കിയൊക്കെ ലോക്കറിൽ വെക്കുക. എങ്കിൽ അടുത്തൊരു വർഷം വരെ അത് ലോക്കറിൽ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളുടെ കൈവശമുണ്ട് സൂക്ഷിച്ചു വെച്ചതാണെങ്കിൽ അതിന്റെ 2.5% സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ്. അപ്പൊ അടുത്ത ജനുവരി 1 അത്. ഇനിയിപ്പോ നോമ്പിനല്ല. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ആ നിർബന്ധ ബാധ്യതയാണ്. കൊടുത്തു വീട്ടൽ ഏറ്റവും ഇതാണ്. അതേപോലെ തന്നെ കച്ചവടത്തിൽ സ്റ്റോക്ക് എടുപ്പ്, ഒരു വർഷത്തിൽ അതിന്റെ സ്റ്റോക്ക് എടുപ്പ് നടത്തണം. അത് നോമ്പിനാക്കി മാറ്റി വെക്കരുത്. പിന്നെ ചില ആളുകൾ എന്ത് ചെയ്യും? കൊടുക്കാനുള്ളത് ഒരു വർഷം പൂർത്തിയാകുമ്പോൾ തന്നെ കണക്കാക്കി ക്ലിയർ ആക്കി വെക്കും. എന്നിട്ട് അത് നോമ്പിന് വിതരണം ചെയ്യുമ്പോൾ നോമ്പിന് കൊടുത്തു എന്നുള്ളൊരു കൂലി കിട്ടാൻ വേണ്ടി. അങ്ങനെയാണെങ്കിൽ ഓക്കെ. അപ്പൊ ഇതുപോലെയുള്ള സക്കാത്തുമായി ബന്ധപ്പെട്ടിട്ട് കൊടുക്കാൻ അർഹതയുള്ള ആളുകളൊക്കെയും അത് കൊടുത്തേ മതിയാകൂ. അത് കൊടുക്കാതിരുന്നാൽ പടച്ചറബിന് മുമ്പിൽ വളരെ ഗൗരവമുള്ള തെറ്റുകളിൽ പെട്ടതാണ്. അത് ഇസ്ലാമിന്റെ പ്രധാനപ്പെട്ട ഇബാദത്തുകളിൽ ഒന്നാണ് സക്കാത്ത് എന്നുള്ളത്. ആ സക്കാത്ത് കൊടുക്കാതിരുന്നാൽ പിന്നീടുള്ള ആ സമ്പാദ്യം മലിനമാണ്. അത് വളരെ ഗൗരവമുള്ള വിഷയവുമാണ്. കൊടുക്കേണ്ടത് ആർക്കാ കൊടുക്കേണ്ടത്? നമുക്ക് താല്പര്യമുള്ളവർക്കും നമ്മളോട് എന്താ പറയാ ഐക്യം പറയുന്നവർക്കും അല്ല കൊടുക്കേണ്ടത്. ഇസ്ലാം പറയുന്ന കുറച്ച് ആളുകളുണ്ട്. ആ ആളുകൾക്ക് തന്നെ കൊടുത്താലേ അത് സക്കാത്തായിട്ടും കൂടുള്ളൂ. ഇസ്ലാം പറയുന്ന കുറച്ച് ആളുകളുണ്ട്. അതേപോലെ തന്നെയാണ് ഫിത്ർ സക്കാത്തും, അതുപോലെ തന്നെയാണ് മുദ്. നമ്മളിപ്പോ നോമ്പിന് മുദ് കൊടുക്കേണ്ട ടീംസുകളുണ്ട്.
നോമ്പെടുക്കാൻ കഴിയാത്തവർ മുദ്ദ് കൊടുക്കണം. ആ മുദ്ദൊക്കെ അങ്ങനെ തന്നെ കൊടുക്കട്ടെ. നമുക്ക് തോന്നുന്നവർക്കും നമുക്ക് താല്പര്യമുള്ളവർക്കും കൊടുത്തിട്ട് കാര്യമില്ല. അർഹതപ്പെട്ടവർക്ക് കൊടുക്കാതിരുന്നാൽ അതിനെ സക്കാത്തായിട്ടോ ഫിത്ർ സക്കാത്തായിട്ടോ മുദ്ദായിട്ടോ പരിഗണിക്കുകയേ ഇല്ല. അർഹതപ്പെട്ടവർക്ക് കൊടുക്കണം. അർഹതപ്പെട്ടവരാരാ? സൂറത്ത് തൗബയിൽ പറയുന്നുണ്ട്, ഇന്നമസ് സദഖാത്തു ലിൽ ഫുഖറാഇ വൽ മസാകീനി എന്ന് പറഞ്ഞിട്ടുള്ള 8 ആളുകളെ ഇസ്ലാം പറയുന്നു. 8 ആളുകൾ. ആ ആളുകൾക്ക് തന്നെ കൊടുക്കണം. ഫക്കീറന്മാര്, മിസ്കീന്മാര്, പിന്നെ സക്കാത്തിന്റെ ജോലിക്കാർ. അതൊന്നും ഇപ്പോൾ ഇവിടെ നമ്മുടെ രാജ്യത്തില്ല. അതേപോലെ തന്നെ കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ. അതെങ്ങനെ കടം കൊണ്ട്, അതിനിവിടെ പറയുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അതേപോലെ തന്നെ വഴിയാത്രക്കാർ, അള്ളാന്റെ മാർഗത്തിലേക്ക് യുദ്ധത്തിന് പോകുന്ന ടീംസുകൾ, അങ്ങനെയുള്ള ആളുകൾക്കാണ് കൊടുക്കേണ്ടത്. ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിലുള്ളത് 4 വിഭാഗക്കാരുണ്ടാവുക. ഒന്ന് ഫക്കീറന്മാരുണ്ടാകും, മിസ്കീന്മാരുണ്ടാകും, കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ടാകും, പൊതു ഇസ്ലാമി ഉണ്ടാവും. ഈ 4 വിഭാഗക്കാർക്ക് ഇന്നിപ്പോ നിലവിൽ എൻ്റെ കാഴ്ചപ്പാടിലുള്ളത്. യാത്രക്കാരെന്ന് പറയുന്നത് പണ്ട് എന്നൊക്കെ പറയുന്നത് യാത്ര നടന്നിട്ടാണ്. അപ്പൊ ദീർഘദൂര യാത്രകൾ നടന്ന് ഓരോ നാടുകളിലും താമസിച്ചിട്ടാണ് പോകുന്നത്. അപ്പൊ അവർക്ക് യാത്രക്ക് ആവശ്യമായിട്ടുള്ള സമ്പാദ്യങ്ങൾ അവരുടെ കയ്യിൽ ഉണ്ടാകില്ല. അപ്പോൾ നമ്മുടെ നാട്ടിലൂടെ വരികയാണെങ്കിൽ അവർക്ക് ഒരു ഹെൽപ്പ് ചെയ്യുന്നുള്ള നിലയ്ക്ക് സക്കാത്തിന്റെ ഒരു അവകാശം അവർക്ക് കൊടുത്താൽ അവരുടെ ഹലാലായ യാത്രയാണെങ്കിൽ അതൊന്ന് റാഹത്തായി കിട്ടാൻ, അങ്ങനെയാണ് യാത്രക്കാർ. ഇന്നിപ്പോ അങ്ങനത്തെ ഒരു യാത്ര ഒന്നും ഇല്ല. ബാക്കിയുള്ളതൊക്കെ ഫക്കീറന്മാർക്ക് തന്നെ കൊടുത്തോളണം, മിസ്കീന്മാർക്ക് തന്നെ കൊടുത്തോളണം. അതുപോലെ തന്നെ കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ നമുക്കിന്ന് ഇതിൽ കടമില്ലാത്ത ആളുകൾ ആരുമില്ല അല്ലേ? പക്ഷെ ആസ്തി ഉണ്ട്, അവര് കടക്കാരല്ല. എനിക്കിപ്പോ ഒരു 5 ലക്ഷം രൂപ കടമുണ്ട്, 10 ലക്ഷത്തിന് മുതലും ഉണ്ട്. പക്ഷെ എന്നിട്ട് ഞാൻ കടം പറയാം, അതൊന്നും കടത്തിൽ പെടൂലേ? അതൊന്നും കടത്തിലല്ല. ഫിത്ർ സക്കാത്ത് കടമുള്ള ആൾ കൊടുക്കണ്ടെന്ന് പറയുന്നത് എനിക്ക് കടണ്ടല്ലോ ഉസ്താദെ പറയും, പറ്റൂല. നേരെ മറിച്ച് അവൻക്ക് ആ കടം വീട്ടാൻ ഒരു മാർഗവും ഇല്ല. മാർഗമില്ല എന്ന് പറഞ്ഞാൽ അവന്റെ സമ്പാദ്യങ്ങളിലോ അവന്റെ ഉടമസ്ഥതയിലോ ഉള്ള ഒരു വസ്തുക്കളും വിറ്റ് കഴിഞ്ഞാൽ അവന്റെ കടം വീട്ടാൻ കഴിയില്ല. അത്ര കടം വരുന്നുണ്ട്. എങ്കിലാണ് അവരിതിന് അർഹതായി മാറുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾക്കല്ലാതെ കൊടുത്താൽ അത് ഫിത്ർ സക്കാത്തായാലും പറ്റൂല, അതുപോലെ തന്നെ മുദ്ദായാലും പറ്റൂല, സക്കാത്താണെങ്കിലും പെടൂല. അർഹതപ്പെട്ടവർക്ക് അവിടെ കൊണ്ടേ കൊടുക്കണം, വിളിച്ചെടുത്ത് കൊടുക്കാൻ പറ്റൂല. വീട്ടിൽ വരുന്ന യാചകരൊന്നും സക്കാത്തിന് അർഹരല്ല, അങ്ങനെയല്ല കൊടുക്കണ്ട്. അതിന് കൃത്യമായിട്ടുള്ള കണക്കുണ്ട്. ഒരാൾക്ക് സക്കാത്തിന്റെ ഒരു വിഹിതം കൊടുക്കുമ്പോൾ അവർക്കതൊരു നേരമെങ്കിലും ഉപകാരപ്രദമായ രൂപത്തിൽ വേണം കൊടുക്കാൻ. 10 റുപ്യ കൊടുക്കുക, അങ്ങനെ വിതരണം ചെയ്തിട്ട് അതൊക്കെ സ്വതത്തയാണ്, അതിനൊക്കെ കൂലി കിട്ടും. സക്കാത്ത് അത് അർഹതപ്പെട്ട ആളുകൾക്കേ കൊടുക്കാൻ പാടുള്ളൂ. അത് നല്ല ശ്രദ്ധിക്കണം. നിർബന്ധ ബാധ്യതകൾപ്പെട്ട ഈ സക്കാത്ത്, ഫിത്ർ സക്കാത്ത്. ഇനി നമുക്ക് പറയുന്നുണ്ട് ഉദ്ഹിയ്യത്ത്. ഉദ്ഹിയ്യത്തിൽ നിർബന്ധ ഉദ്ഹിയ്യത്ത്, നേർച്ചയാക്കിയ ഉദ്ഹിയ്യത്ത് ഉണ്ടെങ്കിലൊക്കെ ഈ കണക്കിലേ പെടുള്ളൂ. ഹക്കീക്കത്ത് നേർച്ചയാക്കി ഒരാൾ കുട്ടികളോട് ഹക്കീക്കത്ത് ഇറക്കാറുണ്ടോ? കുട്ടികൾക്ക് വേണ്ടിയിട്ട് നേർച്ചയാക്കിയാൽ കൊടുക്കാൻ പറ്റൂല. ഈ പറയപ്പെട്ട ആളുകൾക്ക് അല്ലാത്ത ഒരാൾക്ക് കൊടുക്കാൻ പറ്റൂല. ഇപ്പൊ ഞാൻ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു, ഞാൻ നേർച്ചയാക്കിയത് സുന്നത്താണ്, ഹക്കീക്കത്ത് എന്നുള്ളത് സുന്നത്താണ്. ഞാൻ നേർച്ചയാക്കലോടുകൂടെ അതെന്തായി മാറി? നിർബന്ധ ബാധ്യതയായി മാറി. നിർബന്ധമായി കഴിഞ്ഞാൽ പിന്നെ അതിന് നിബന്ധനകളുണ്ട്. അപ്പൊ ഞാനൊരു ഹക്കീക്കത്ത് നേർച്ചയാക്കിയാൽ, നിർബന്ധമായാൽ ഈ പറയപ്പെട്ട ആളുകൾക്ക് അത് വിതരണം ചെയ്യാവൂ. ഈ അർത്ഥ ആളും അതിന് തൊടാൻ പറ്റൂല. ഞാനാണ് അർഹുന്നെങ്കിൽ എനിക്കതിൽ ഭക്ഷിക്കാൻ വകുപ്പില്ല. നിർബന്ധ ഹക്കീക്കത്താണെങ്കിൽ, നിർബന്ധ ഉലൂഹിയത്താണെങ്കിൽ എനിക്കതിൽ നിന്ന് ഭക്ഷിക്കാൻ പറ്റൂല. പണക്കാർക്ക് കൊടുക്കാൻ പറ്റൂല. ഈ പറയപ്പെട്ട വിഭാഗങ്ങളിൽ പെടാത്ത ആളുകൾക്ക് കൊടുക്കാൻ പറ്റൂല, സഹിയാകൂല. സുന്നത്തായ ഹക്കീക്കത്താണ്, സുന്നത്തായ ഉലൂഹിയത്താണെങ്കിലോ അതിൽ ഈ അർത്ഥ ആളുകൾക്ക് കുറച്ച് ഭക്ഷിക്കാം. അത് ഭക്ഷിക്കല് തന്നെ എവിടുന്നാ ഭക്ഷിക്കേണ്ടത്? കരളിന്റെ ഒരു ഭാഗത്ത്, കരൾ ഭാഗമല്ലേ, അവിടുന്ന് ഒരു ഭാഗം എടുക്കാം. ബാക്കിയുള്ളതൊക്കെ എന്ത് ചെയ്യണം? 3-1 സാധുക്കൾക്ക്, ഈ പറയപ്പെട്ട അവകാശികൾക്ക് കൊടുക്കണം. ബാക്കിയുള്ളത് കൊടുത്താലും സ്വഹിയാവും. അപ്പൊ ഇതേപോലെയുള്ള നിർബന്ധ ബാധ്യതകൾ കൃത്യമായിട്ട് വീട്ടിയിട്ടില്ലെങ്കിൽ അതും നമ്മളുടെ സമ്പാദ്യത്തെ എന്താക്കി മാറ്റും? മലിനമാക്കി മാറ്റും. അപ്പൊ അതുകൊണ്ട് നല്ല ശ്രദ്ധിക്കണം. സക്കാത്തിന് കൊടുക്കേണ്ട ആളുകൾ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള വിശാലമായിട്ടുള്ള ഒരു ക്ലാസ്സാണ്. അപ്പൊ അതിപ്പോ ഈ പറയുന്നത് കൊണ്ട് അതിൻ്റെ ഇടയിൽ തീരാത്തത് കൊണ്ടാണ് ഞാൻ അതിന്റെ തുടക്കം പറഞ്ഞു വെക്കുന്നത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ ഉണ്ടെങ്കിൽ സംശയങ്ങൾ നിവാരണത്തിന് അവസരമുണ്ട്. അത് കൃത്യമായി പഠനം ചെയ്ത് നമ്മൾ കൊടുക്കുന്ന നമ്മുടെ മുതലുകൾ, നമ്മുടെ ബാധ്യതകൾ കൃത്യമായി തീർക്കണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ റബ്ബിന് മുമ്പിൽ നമ്മൾ മറുപടി പറയണം എന്ന് മാത്രമല്ല, പല ഹദീസുകളിലായി ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളായിട്ടും വലിയ ഗൗരവമുള്ള ശിക്ഷകൾക്ക് പാത്രമായിട്ട് നിബിധങ്ങൾ ഹദീസുകൾ എണ്ണിയതിൽ ഒരു വിഭാഗം ആരുണ്ട്? സക്കാത്ത് തടഞ്ഞു വെക്കുന്നവരുണ്ട്. സക്കാത്ത് കൊടുക്കാതെ വെക്കുന്ന ആളുകൾക്ക്
ഖിയാമത്ത് നാളിന്റെ അടയാളം പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞതാണ് എന്തെന്ന്, സക്കാത്തു മഗ്നമൻ, സക്കാത്ത് കൊടുക്കാതെ തടഞ്ഞു വെക്കൽ ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. മറ്റൊരു ഹദീസിൽ പറയുന്നുണ്ട്, ഒരു ഇദാ ലഹറ ഖിയാമത്ത് നാൾ വരുമ്പോൾ ഇദാ ലഹറ ഹയ്യത്തുൻ, ഒരു വലിയ പാമ്പ്, ഭീകരമായൊരു പാമ്പ് ഖിയാമത്ത് നാളിൽ രംഗപ്രഭത്തിൽ വരും. എന്നിട്ട് അവർ അള്ളാഹിനോട് തനിക്കുള്ള അവകാശികളെ ഭക്ഷണത്തെ ചോദിക്കും. ആ ഭക്ഷണങ്ങളിൽ 5 വിഭാഗക്കാർ അതിനുള്ള ഭക്ഷണമാണ് എന്ന് നിബിധങ്ങൾ പറയുന്നുണ്ട്. അതിലൊന്നാരാ? താരിഖുസ്സലാത്ത്, നമസ്കാരം ഒഴിവാക്കുന്ന ആളാണ്. രണ്ടാമത്തേതാരാണ്? മാനിഉൽ സക്കാത്ത്, സക്കാത്ത് തടഞ്ഞു വെക്കുന്ന. നിങ്ങൾ ഖുർആൻ എടുത്തൊന്ന് പരിശോധിക്കുക. നിസ്കാരത്തെ കുറിച്ച് എവിടെയൊക്കെ പറയുന്നുണ്ടോ അവിടെയൊക്കെ തൊട്ടടുത്ത് എന്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവും? സക്കാത്തിനെ കുറിച്ച്. നിങ്ങൾ ഏത് ആയത്തെടുത്തോ, ഈ 6600 ചില്ലാനം ആയത്തുകളിൽ എവിടെയൊക്കെ സ്വലാത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടോ തൊട്ടടുത്ത് എന്ത് വന്നിട്ടുണ്ടാവും? സക്കാത്ത് എന്ന് വന്നിട്ടുണ്ടാവും. കാരണം അതിന്റെ രണ്ടും അത്രയും മേൽ ഗൗരവമുള്ളതാണെന്ന് ബോധ്യപ്പെടുത്താണ്. എവിടെയൊക്കെ സ്വലാത്തു, നിസ്കാരം എന്നുള്ള നിലക്ക് പറഞ്ഞിട്ടുണ്ടോ ഇന്നല്ലത് അവിടെയൊക്കെയും എന്ത് ചെയ്തിട്ടുണ്ട്? സക്കാത്ത് എന്ന് ചേർന്ന് വന്നിട്ടുണ്ടാവും. കാരണം അത് അത്രയും നിസ്കാരത്തെ പോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയമാണ്. അത് അർഹതപ്പെട്ടവർ കൊടുത്തേ മതി. അത് നിങ്ങളുടെ ഔദാര്യമല്ല, പാവപ്പെട്ടവരുടെ അവകാശമാണ്. ആ അവകാശം അത് ആർക്കാ കൊടുക്കേണ്ടത്? നമ്മുടെ കുടുംബത്തിൽ സക്കാത്തിന് അർഹരായ ആളുകളുണ്ടെങ്കിൽ അവർക്ക് മുൻഗണന നൽകണം. സക്കാത്തിന് അർഹരായ ആളുകൾ ചിലപ്പോൾ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടെങ്കിൽ, ഒരു വീട്ടിലല്ല കേട്ടോ, നമ്മുടെ കുടുംബങ്ങളിൽ അതുണ്ടെങ്കിൽ അവർക്ക് അർഹതപ്പെട്ട ഇത് കൊടുക്കണം. അത് മുദ്ദും കൊടുക്കാം, ഫിത്ർ സക്കാത്തും കൊടുക്കാം. ഇപ്പൊ എന്റെ ജ്യേഷ്ഠൻ ഫിത്ർ സക്കാത്തിന് അർഹനാണെങ്കിൽ എന്റെ ജ്യേഷ്ഠനിക്ക് ഫിത്ർ സക്കാത്ത് കൊടുക്കാം. എന്റെ ഫിത്ർ സക്കാത്ത് അല്ലെങ്കിൽ എന്റെ സക്കാത്ത് ഉണ്ടെങ്കിൽ എന്റെ ജ്യേഷ്ഠൻ, ഞങ്ങൾ ഒരുമിച്ചല്ല താമസിക്കുന്നത് എങ്കിൽ കൊടുക്കാം. മനസ്സിലായോ? അപ്പൊ കുടുംബത്തിലുണ്ടെങ്കിൽ അപ്പൊ 2 കൂലി കിട്ടും. ഒന്ന് കൊടുത്ത കൂലിയും കിട്ടും, കുടുംബ ബന്ധം ചേർത്തിയ കൂലിയും കിട്ടും. ഇനി കുടുംബത്തിലില്ലെങ്കിലോ അയൽവാസികളിൽ നോക്കണം. അയൽവാസികളിലില്ലെങ്കിലോ നാട്ടിൽ നോക്കണം. നാട്ടിലുമില്ലെങ്കിൽ പിന്നെ അടുത്ത പരിസര നാടുകളിലേക്ക് അതിനെ നീക്കം ചെയ്യാവൂ. നാട്ടിലെ സക്കാത്തിന്റെ അവകാശികളിൽ എല്ലാവരും അൽഹംദുലില്ലാഹ് റാഹത്തുള്ളവരാണെങ്കിൽ പിന്നെ അടുത്ത നാട്ടിലുള്ള ആളുകളെ പരിഗണിക്കണം. അപ്പൊ അത് നല്ലോണം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമ്മുടെ സമ്പാദ്യം മലിനമാണെന്ന് മാത്രമല്ല, പടച്ചറബിന്റെ മുമ്പിൽ നമ്മൾ വലിയ മറുപടി പറയേണ്ട ഒരു വിഷയമാണ് സക്കാത്ത് എന്നുള്ളത്. മൂന്നാമത്തെ ഒരു വിഷയം ആ കൂട്ടത്തിൽ തന്നെ ചേർത്തി പറയേണ്ട ഒരു വിഷയമാണ് കടം. കടം എന്നുള്ളത് വലിയൊരു പ്രശ്നമാണെന്ന്. പല ആളുകളും കടം വാങ്ങിയ കൊടുക്കാൻ ഭയങ്കര മടിയാണ്. ഒരുപാട് ആളുകളുണ്ട് വാങ്ങുന്നത് മാതിരിയല്ല, കൊടുക്കാൻ ഭയങ്കര മടിയാണ്. അത് എത്രയാണെങ്കിലും ശരി, അത് കടമായിട്ട് തന്നെ കണ്ട് കറക്റ്റായിട്ട് തിരിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ അതും ഈ പറഞ്ഞതുപോലെ നമ്മളോട് ആഖിറം തടയുന്നൊരു വിഷയങ്ങളിൽ പെട്ടതാണ്. ഒരു രക്ഷയില്ല. ഈ സക്കാത്ത്, ഇപ്പൊ എനിക്ക് സക്കാത്ത് ഉണ്ട്, ഞാൻ കൊടുക്കാൻ അവകാശപ്പെട്ട, എനിക്കിപ്പോ സമ്പത്തുണ്ട്, ഞാൻ സക്കാത്ത് കൊടുക്കേണ്ട ആളാണ്, ഞാൻ സക്കാത്ത് കൊടുത്തിട്ടില്ല. ഞാനെങ്ങാനും മരണപ്പെട്ടാൽ എൻ്റെ സമ്പാദ്യം എൻ്റെ മക്കൾക്കുള്ളതാണ്, അനന്തരെടുക്കേണ്ടതാണ്. ഈ സക്കാത്ത് നിർബന്ധ ബാധ്യതകൾ കൊടുത്തു വീട്ടിയതിന് ശേഷമേ അത് ഓഹരി വെക്കാൻ പറ്റൂല, അല്ലെങ്കിൽ പറ്റൂല. കാരണം എൻ്റെ പേരിലുള്ള നിർബന്ധ ബാധ്യത ഹജ്ജ് നിർബന്ധം ഉണ്ടെങ്കിൽ ഹജ്ജ് ചെയ്യണം, സക്കാത്ത് നിർബന്ധമുള്ള സക്കാത്ത് കൊടുത്തു വിടണം, എന്നിട്ടേ എൻ്റെ സമ്പത്ത് ഓഹരി വെക്കാൻ പറ്റൂ, എൻ്റെ അനന്തരാവകാശികൾക്ക് അവകാശം കിട്ടുള്ളൂ. അതേപോലെ പെട്ടതാണൊന്ന് കടവും. എൻ്റെ സമ്പാദ്യം ഉണ്ടെങ്കിൽ എൻ്റെ സമ്പാദ്യത്തിൽ നിന്ന് കൊടുക്കാനുള്ള നിർബന്ധ ബാധ്യത കൊടുത്തു വീട്ടിയിട്ടേ ഓഹരി വെക്കാൻ പറ്റുള്ളൂ. കടം കൊടുക്കണം, വാങ്ങുന്നതുമായില്ല, ചോദിക്കാനുള്ള അവസരം വരുന്നതിന് മുമ്പ് തിരിച്ചു കൊടുക്കണം. ഇന്ന് ഏറ്റവും കൂടുതൽ പരാതി പറയുന്നതും ഏറ്റവും കൂടുതൽ വിഷയമുള്ളത്, ഇപ്പൊ ഇവിടെ തന്നെ വന്നിട്ട് പറഞ്ഞു, അത് കുറെ പൈസ കിട്ടാണ്ട് തരുന്നില്ല. ഭക്ഷണം വാങ്ങിയത്, കടയിൽ നിന്ന് സാധനം വാങ്ങിയത് തിരിച്ചു കൊടുക്കാൻ നമുക്ക് യാതൊരു താല്പര്യവും കാണുന്നില്ല. ഹറാമാണ് കഴിച്ചത് മൊത്തം. അത് 1 രൂപയാണെങ്കിലും ശരി, ഭയങ്കര ഗൗരവമുള്ള വിഷയമാണ്. കാരണം അവരത് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ഭയങ്കര ഗൗരവമുള്ള വിഷയമാണ്. കൃത്യമായിട്ട് നമ്മളത് അന്വേഷിച്ച് കൊടുത്തോളണം. അത് അവരിങ്ങോട്ട് ചോദിക്കട്ടെ, ചോദിക്കുമ്പോൾ കൊടുക്കാന്നുള്ളതല്ല. അത് കടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ റബ്ബേ എത്ര ദിവസം പറഞ്ഞാലും തീരില്ല. അപ്പൊ ആ കടം സുന്നത്താണ്, കൊടുക്കൽ സുന്നത്താണ്. ഒരാളെ സഹായിക്കണം. നമ്മുടെ സഹായം എന്ന് പറയുന്നത് വെറുതെ തരുന്നതല്ല സഹായം. പ്രയാസപ്പെട്ട് നിൽക്കുമ്പോൾ കടമായിട്ട് നമുക്ക് നൽകുന്നത് സഹായം തന്നെയാണ്. അതൊരു സുന്നത്തായ കർമ്മമാണ് കടം എന്നുള്ളത്. പക്ഷെ തിരിച്ചു കൊടുക്കണം. കടം തിരിച്ചിങ്ങോട്ട് കിട്ടാൻ ഒരു വകുപ്പില്ല, അവൻക്ക് തരാൻ ഒരു മാർഗം ഇല്ലെങ്കിൽ പിന്നെ അവർക്ക് കടം കൊടുക്കാൻ നിൽക്കരുത്. എന്തെങ്കിലും ഹദിയമായിട്ട് പറ്റുന്ന രൂപത്തിൽ കൊടുക്കുക.
കാരണം നമുക്കൊക്കെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് കടം വാങ്ങുന്ന ആളുകളും കൊടുക്കുന്ന ആളുകളും നല്ല ശ്രദ്ധിക്കുക. ആർക്കെങ്കിലും കടബാധ്യതകൾ ഉണ്ടെങ്കിൽ അവർക്ക് തിരിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അവധി പറഞ്ഞു നിർത്തുക. അവധി പറഞ്ഞ് അങ്ങോട്ട് പോയി പറഞ്ഞു നിർത്തണം. അവരിങ്ങോട്ട് ചോദിച്ചില്ല എന്ന് പറയരുത്, അവരിങ്ങോട്ട് അന്വേഷിച്ചില്ല എന്ന് പറയരുത്. അന്വേഷിച്ചില്ല അതുകൊണ്ട് അവരൊക്കെ വിട്ടിട്ടുണ്ടാവും എന്ന് പറയും. വിടൂല, പിടിക്കും. ആഖിറത്തിൽ വെച്ച് പിടിക്കും, കുടുങ്ങിപ്പോവും. അത് ഭയങ്കര ഗൗരവമുള്ള വിഷയമാണ്. എൻ്റെ ഉപ്പ 2010 മരണപ്പെടുന്നത്. ഞങ്ങള് ഉപ്പക്ക് നെല്ലിയാമ്പതി എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ എസ്റ്റേറ്റിന്റെ ജോലിക്കാരനായിരുന്നു ഉപ്പ. അപ്പൊ ആ കാലയളവിൽ ഞങ്ങൾ അവിടെയാണ് താമസിച്ചത്. അപ്പൊ ഞങ്ങൾക്ക് ഭക്ഷണം അതിന്റെ തൊട്ടടുത്ത ടൗണായത് 32 കിലോമീറ്റർ ഇങ്ങോട്ടൊരു മലയോര പ്രദേശം, മലയാണ്. അതിന്റെ താഴ്ഭാഗത്ത് നെന്മാറ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു കടയിൽ നിന്നാണ് ഞങ്ങൾക്ക് മാസത്തിൽ ഉപ്പക്ക് ശമ്പളം കിട്ടുന്ന സമയത്തിൽ ഭക്ഷണങ്ങൾക്കുള്ളതുകളൊക്കെ വാങ്ങിയിരുന്നത്. അങ്ങനെ അവിടുന്ന് ഉപ്പ റിട്ടയർമെന്റ് ആയി ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിലേക്ക് തന്നെ തിരിച്ചു വന്നൊക്കെ കഴിഞ്ഞപ്പോൾ ഉപ്പയോട് നമ്മൾ ചോദിക്കുന്നുണ്ട്. ഉപ്പയുടെ അവസാന സമയങ്ങളിൽ നമ്മൾ ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും ഇടപാടുകളോ കാര്യങ്ങളോ ഉണ്ടോ. ഉപ്പയുടെ ഓർമ്മയിലും അതില്ല. അങ്ങനെ ഉപ്പ മരണപ്പെട്ടു 7 കഴിഞ്ഞു. ഞാനിങ്ങനെ ഉമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഒന്ന് നെല്ലിയാമ്പതി പോകണം. നെല്ലിയാമ്പതി അവിടെയുള്ള ഞങ്ങൾ താമസിച്ചത് ആളുകളുമായിട്ട് കൂടുതൽ ഉപ്പ ഇടപഴകിയത്. അവിടെ പോയിട്ട് ആളുകളോടൊക്കെ ഒന്ന് പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ഇടപാടുകളോ നമ്മൾ അറിയാത്തതോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പൊരുത്തപ്പെടണം, ചോദിക്കണം, അതൊന്ന് അന്വേഷിച്ചിട്ട് വരണം എന്ന് പറഞ്ഞിട്ട് ഉമ്മ പറഞ്ഞു. ഞാനും അപ്പൊ പോകുന്ന സമയത്ത് ഉമ്മ പറഞ്ഞു, പിന്നെ പോകുമ്പോഴേ മണിയേട്ടൻ എന്നാണ് അയാളുടെ പേര്, ആ കടക്കാരന്റെ പേര്. നെന്മാറയിൽ പോയിട്ട് മണിയേട്ടൻ്റെ അടുത്ത് ഒന്ന് പോകണം. ഉപ്പാനായിട്ട് ഭയങ്കര സൗഹൃദം ഉണ്ടായ ആളാണ്, അയാളോട് പോയിട്ട് എന്ത് ചെയ്യണം, ഒന്ന് പറയണം കേട്ടോ എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങള് അപ്പൊ നെല്ലിയാമ്പതിയിൽ ഒരു ചെറിയ പരിപാടി വെച്ച് എല്ലാവരെയും ക്ഷണിച്ചു, പള്ളിയിലേക്ക് ക്ഷണിച്ചു. ഒരു ഭക്ഷണം ഉപ്പാടെ പേരിൽ കൊടുക്കുക, എന്നിട്ട് ഈ കാര്യങ്ങൾ പറയും ചെയ്യാനോട്ട്. എൻ്റെ അനുഭവം ഞാൻ ഈ പറയുന്നു. അങ്ങനെ ഞാൻ 2010 ഉപ്പ വഫാത്താവുന്നത്. ഉപ്പ അവിടുന്ന് നെല്ലിയാമ്പതിയിൽ നിന്ന് റിട്ടയർമെന്റ് ആയിട്ട് ഇറങ്ങുന്നത് 2002. 8 വർഷം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോണ സമയത്ത് നെന്മാറ എത്തി. ഇദ്ദേഹത്തെ പോയി കണ്ടൊരു വൈകുന്നേര സമയം 5 മണി ടൈം ആയിട്ട് എനിക്ക് നല്ല ഓർമ്മ ഉണ്ട്. അപ്പൊ കുറച്ച് അദ്ദേഹത്തിന് കുറച്ച് പ്രായമുണ്ട്. അവിടെ പോയിരുന്നു അങ്ങനെ വിഷയങ്ങൾ പറഞ്ഞു. പിന്നെ മാതിരിയാണ് എന്നാളുടെ മകനാണ് എന്നൊക്കെ പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, അങ്ങനെ സംസാരിക്കുന്ന ഉപ്പയുടെ മരണവാർത്തയും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ അദ്ദേഹം അവരുടെ ഇതിനനുസരിച്ചിട്ട് എന്ത് ചെയ്തു, പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നടത്തി. അപ്പൊ ഞാൻ പറഞ്ഞു, എന്തെങ്കിലും ഇടപാടുകൾ, കാരണം ഇവിടുന്ന് സാധനങ്ങൾ എടുത്തതല്ലേ, എന്തെങ്കിലും ഇടപാടുകൾ ഉണ്ടോ എന്ന് ചോദിച്ചു. ആലോചിക്കാതെ തന്നെ അദ്ദേഹം പറഞ്ഞു ഉണ്ട്. അത് ആലോചിക്കട്ടെ എന്ന് പറയണ്ടേ, പറഞ്ഞില്ല. ഉടൻ അദ്ദേഹത്തിന്റെ ഇരിക്കുന്നതിൻ്റെ ഇതിൻ്റെ ഇടയിൽ നിന്നിട്ടൊരു ബുക്ക് എടുത്തിട്ട് അത് തുറന്നു നോക്കുമ്പോൾ 8ാമത്തെ ആൾ എൻ്റെ ഉപ്പയാണ്. 8ാമത്തെ ആൾ എൻ്റെ ഉപ്പയാണ്. അത് എഴുതി വെച്ചിരിക്കുകയാണ് അദ്ദേഹം. 8ാമത്തെ ആൾ ഉപ്പയാണ്. കൊടുക്കാനുള്ളത് 2000 സംതിങ് 3000 രൂപയുടെ താഴെ 2982 രൂപയാണ് ഉപ്പ അവിടെ കൊടുക്കാനുണ്ടായത്. അത് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. എനിക്കുണ്ടായ അനുഭവം ഞാൻ പറയുന്നത്, അത് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഉപ്പയുടെ മനസ്സിൽ നിന്ന് പോയതാണത്. എൻ്റെ ഉമ്മ ഇങ്ങനെ പോയപ്പോൾ എല്ലാവരോടും ചോദിക്കേണ്ട കൂട്ടത്തിൽ ചോദിക്കാൻ പറഞ്ഞതാണ്. ഞാനവിടെ കൊടുത്തിട്ട് പറഞ്ഞു, ഇത്രയും വൈകിയത് ഞങ്ങൾക്കറിയില്ല, ഉപ്പയുടെയും ശ്രദ്ധയിൽ നിന്ന്. പക്ഷെ അദ്ദേഹം അത് പ്രതീക്ഷിച്ചിരുന്നു. അതുകൊണ്ടാ ചോദിക്കുമ്പോൾ തന്നെ ഇത് ഇങ്ങനെ ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ എത്ര വർഷത്തെ ദൈർഘ്യമുണ്ട്, ഞാനൊന്ന് ആലോചിക്കട്ടെ നോക്കട്ടെ എന്നല്ലേ പറയേണ്ടത്. ഞാൻ ചോദിച്ചെന്തേലും ഇടപാടുമ്പോൾ ഉണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലായത് അതിന്റെ ഗൗരവം എത്രയാണ്. നമുക്ക് ഒരാൾക്കൊരു 10 രൂപ കൊടുക്കാണ്ടെങ്കിൽ അത് മനസ്സിൽ അവരുണ്ടാവും, പോകൂല. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇല്ലേ, നമ്മളൊക്കെ ഒരു 50 രൂപ ഒരാൾ വാങ്ങിപ്പോയി, എപ്പോഴും കാണും പറയും, പിന്നെ എനിക്കൊരു 50 പായം വാങ്ങിയിട്ട് ഇപ്പൊ തരാ പറഞ്ഞിട്ട് പോയതാ, നമ്മൾ പറയില്ലേ. ബാധ്യതയാണ്. പൊരുത്തപ്പെട്ട് കിട്ടിയില്ലെങ്കിൽ കുടുങ്ങിപ്പോവും. നാവ് കൊണ്ട് പൊരുത്തപ്പെട്ടിട്ട് കാര്യമില്ല, മനസ്സുകൊണ്ട് പൊരുത്തപ്പെടണം. അതുകൊണ്ട് കടബാധ്യതയുള്ള ആളുകൾ തിരിച്ചു കൊടുക്കണം. നമ്മുടെ ഇബാദത്തുകൾ സ്വീകരിക്കാത്തതിൻ്റെയും ദുആകൾ സ്വീകരിക്കാത്തതിൻ്റെയും കാരണങ്ങളിൽ ഒന്നെന്താണ്? ഇതാണ്. കാരണം മറ്റൊരാളുടെ മുതലുകളാണ് നമ്മൾ ഭക്ഷിക്കുന്നതും അനർഹമായിട്ടുള്ളതാണ്. അപ്പൊ അതൊന്ന് ഗൗരവത്തിൽ കൂട്ടത്തിൽ ചർച്ച ചെയ്യേണ്ടതാണ്. അത് വാങ്ങിക്കൊടുക്കുക. ആ കടം തന്ന ആളുകളെ ബഹുമാനിക്കുക. തിരിച്ചു കൊടുക്കുമ്പോൾ നന്ദി വാക്ക് പറയുക. സഹായിച്ചതിനെ തിരിച്ചു കൊടുക്കുമ്പോൾ സുന്നത്താണത്. അതിൽ അധികരിച്ച് അങ്ങോട്ട് ഇങ്ങോട്ട് ചോദിക്കാതെ തന്നെ എന്തെങ്കിലും ഒന്ന് ചെറുതായിട്ട് വർദ്ധിപ്പിച്ചു കൊടുക്കണം എന്നാണ്. ആഗ്രഹിച്ചിട്ട് കൊടുക്കാനും പാടില്ല, അത് പലിശയായി മാറി. ഞാൻ പറയണ തിരിച്ചു വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കൂടി കിട്ടണം എന്ന് പറഞ്ഞാൽ അത് പലിശയായി മാറി. അങ്ങനെ ചോദിക്കാതെ തന്നെ ആപത്ത് ഘട്ടത്തിൽ സഹായിച്ചതിനൊരു നന്ദി സൂചകമായിട്ട് കൊടുക്കുമ്പോൾ കുറച്ച് അധികരിപ്പിച്ച് കൊടുക്കാൻ പറ്റിയെങ്കിൽ കൊടുക്കലും സുന്നത്താണ്. ചോദിക്കാൻ പാടില്ല, ആഗ്രഹിക്കാൻ പാടില്ല. ആഗ്രഹിച്ച് ചോദിച്ചാൽ അത് ധരിച്ച പലിശയായി മാറി. ആര്
മരണപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തിക്കാൻ പാടില്ല. കൊടുക്കാനുള്ള ആള് മരണപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തിക്കും. ഇല്ലെങ്കിൽ ഇനി അവരുടെ അവകാശികളെ പോയി കണ്ടെത്തണം. നമ്മളിപ്പോൾ ഞാൻ പൈസ കൊടുക്കാനുള്ള ആളുണ്ട്, അന്നത്തെ കൊടുക്കുന്ന സാഹചര്യം ഞാൻ പെട്ടുപോയി അന്വേഷിച്ച് കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ അതിൻ്റെ അവകാശികൾക്ക് കൊണ്ടുപോയി കൊടുക്കണം. ഞാനിങ്ങനെ ഉപ്പൊക്കെ കൊടുക്കാനുണ്ടായിരുന്നതാണ്, എന്നത്തെ സാഹചര്യം കൊണ്ട് എനിക്ക് പറ്റിയിട്ടില്ല, ഇപ്പം അതിൻ്റെ അവകാശികളാണോ കൊടുത്തു കിട്ടിയാൽ മതിയാവും. കാരണം അല്ലെങ്കിൽ എല്ലാം പ്രശ്നം പറ്റേ മക്കളത് അറിയില്ല, ആഖിറത്തിലെ വാപ്പ പിടിക്കും. തർക്കമില്ലാത്ത വിഷയമാണത്, തർക്കമില്ലാത്ത വിഷയമാണ്. അതുകൊണ്ട് അത് നല്ലോണം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ബാധ്യതകൾ ഒരാളുടെ പൈസയും നമ്മുടെ ശരീരത്തിൽ പറ്റാൻ പാടില്ല. അനർഹമായിട്ടുള്ള ഒരു മുതൽ നമ്മുടെ സമ്പാദ്യം കലർന്നോ ആ സമ്പാദ്യത്തിൽ വർക്കത്തില്ല. ആ സമ്പാദ്യത്തിൽ വർക്ക് അതെങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റും. അതിനൊക്കെ ഒരുപാട് എൻ്റെ ജീവിതം തന്നെ എനിക്ക് തെളിവാണ്. പലിശ ഇല്ലാതെ ജീവിക്കാൻ പറ്റുന്നുള്ളതിനും അതുപോലെ തന്നെ കടങ്ങൾ കൊടുത്ത് വാങ്ങുക, കടങ്ങൾ വാങ്ങാം. വാങ്ങിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്ത് ചെയ്യണം, അങ്ങോട്ട് അതിന് പറഞ്ഞ അവധി പറയണം. പറയുന്ന അവധി എത്തി തിരിച്ചു കൊടുക്കുക. ഇല്ലേ ഇങ്ങോട്ട് വിളിക്കാൻ നിൽക്കരുത്, അങ്ങോട്ട് തന്നെ വിളിക്കണം. ഞാൻ ഇന്നാണ് അവധി പറഞ്ഞിട്ടുള്ളത്, കുറച്ച് പ്രയാസമുണ്ട്, കുറച്ചൊരു അവധി ഒന്ന് നീട്ടിത്താ. ഇത് കൊടുക്കുന്ന സമയത്തില്ല. പിന്നെ ഏറ്റവും വലിയ ശത്രുവായിട്ട് ആര് മാറുകയാണ്? ഈ കടം കൊടുത്ത ആള് മാറുകയാണ്. അതും എൻ്റെ ജീവിതത്തിൽ അനുഭവം. കടം കൊടുത്ത ആള് മാറുകയാണ്. പിന്നെ അവരുടെ ശൈലി മാറുകയാണ്, സംസാര ശൈലി മാറുകയാണ്. തനിച്ച ധിക്കാരാണ് കാണിക്കുന്നത്. കടം കൊടുത്ത് എനിക്കൊരാള് കടം തന്ന് സഹായിച്ചിട്ട് പിന്നെ എൻ്റെ ശൈലി മാറുകയാണ്. ഞാൻ തനിച്ച ധിക്കാരാണ്. അള്ളാന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും. അപ്പൊ കൂട്ടത്തിൽ നമ്മുടെ സമ്പാദ്യങ്ങൾ, അനർഹമായ സമ്പാദ്യങ്ങൾ വരുന്ന കൂട്ടങ്ങളിൽ ഈ പറയപ്പെട്ട വിഷയങ്ങൾ, പലിശയുടെ വിഷയങ്ങൾ, സകാത്തിന്റെ വിഷയങ്ങൾ, കടങ്ങൾ വാങ്ങി തിരിച്ചു കൊടുക്കാത്തതൊക്കെ, അത് എത്ര രൂപയാണെങ്കിലും അത് നിർബന്ധമായിട്ട് കൊടുത്തേ മതിയാകും. കൊടുത്തിട്ടില്ലെങ്കിൽ, അവരത് പൊരുത്തപ്പെട്ട് തരികയും ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ആഖിറം പ്രയാസത്തിലാണ്. അല്ലാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. അപ്പൊ ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. അതാണ് നബിതങ്ങളും പറഞ്ഞത്, യുഹിബ്ബുൽ മാല, സമ്പത്തിനെ നമുക്ക് ഇഷ്ടമാണ്, എങ്ങനെയും കിട്ടണം. പക്ഷെ വയൻസൂനൽ ഹിസാബ്, ചോദ്യോത്തരങ്ങളെ മറന്നു കളയുക. ഇതൊക്കെ അല്ലാഹു ചോദിക്കും. ഇതിനെക്കുറിച്ചൊക്കെ അല്ലാഹു ചോദിക്കും. കൃത്യമായിട്ട് മറുപടി പറയാതെ അനങ്ങാൻ കഴിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് സമ്പാദ്യത്തിലുള്ള ചോദ്യങ്ങളേക്ക് ഒരുപക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ നേരിടേണ്ടി വരുന്ന വിഷയങ്ങളിൽ ഒന്നെന്താണ്? നമ്മുടെ സമ്പാദ്യങ്ങളാണ്. അതിന്റെ കാരണങ്ങൾ എന്താണെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ആ വിഷയങ്ങളൊന്ന് ഗൗരവത്തോടെ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ്. ഇനി നമുക്ക് പറയാനുള്ളത് ഖുസൂറും ഖുബൂറുമാണ്, ഖബറാണ്, ബിൽഡിങ്ങുകളാണ്. എന്തുകൊണ്ടാണ് ആ കെട്ടിടത്തെ ഇഷ്ടപ്പെടുന്നത്? എന്തുകൊണ്ടാണ് ഖബറിനെ മറന്നു കളയുന്നത്? എന്തുകൊണ്ടാണ് ഇതിനെങ്ങനെ ചേർത്തി പറഞ്ഞത്? ഇപ്പൊ ഞാൻ മുമ്പ് പറഞ്ഞു, പുതുമ നഷ്ടപ്പെടാത്ത, എപ്പോഴും നമ്മൾ പുതുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ബിൽഡിംഗ്. ബാക്കിയൊന്നും നമ്മൾ പുതുക്കൂല, അല്ലേ? എന്നാൽ നമ്മുടെ ഖബർ നമ്മൾ പുതുക്കുന്നുണ്ടോ? ഖബറൊന്ന് ഭംഗിയാക്കാൻ നമ്മളിപ്പോൾ എൻ്റെ വീട്ടിൽ ഇവിടെ ഞാനിങ്ങനെ ഓരോന്ന് നോക്കുന്നുണ്ട്. ഇവിടെ കമ്മിറ്റിക്കാർ നോക്കുന്നത്, സ്പോൺസർ ചെയ്ത ആളുകൾ നോക്കി ഇനി എന്താ ഇവിടെ ഭംഗിയാക്കാൻ എന്ത് ചെയ്യാൻ പറ്റും? അന്ന് നൽകിയ ആളുകൾ അല്ലാഹു തആല എല്ലാവർക്കും ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട്, അർഹമായ പ്രതിഫലം നൽകട്ടെ. അപ്പൊ അവരിങ്ങനെ വന്നു, ഇനി നമുക്ക് അവിടെ ഒരു ലൈറ്റ് വെച്ചാലോ ഒന്നുകൂടി ഭംഗിയാവില്ലേ? ഇവിടെ ഇങ്ങനെ ചെയ്താലോ ഒന്നുകൂടി ഭംഗിയാവില്ലേ? അല്ലേ? എത്രത്തോളം ഭംഗിയാക്കാൻ കഴിയുമോ അത്രത്തോളം നമ്മൾ ഭംഗിയാക്കുന്നില്ലേ? നമ്മുടെ വീടും അങ്ങനല്ലേ? പെയിന്റ് അടിച്ചു കഴിഞ്ഞാലോ കർട്ടനൊക്കെ ഒന്ന് മാറ്റി, സോഫ സെറ്റ് ഒന്ന് മാറ്റി, എന്നിട്ടോ ഇനി എന്തൊക്കെ ഭംഗിയാക്കാൻ, എന്തൊക്കെ ഡെക്കറേഷൻ ചെയ്യാൻ പറ്റും, എന്തൊക്കെ വർക്കുകൾ ചെയ്യാൻ പറ്റും, അത് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്, ഭംഗിയാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ഏതിന്? നമ്മൾ താമസിക്കുന്ന ബിൽഡിങ്ങിൽ എത്ര താമസിക്കുന്നുണ്ട്? ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പൊ എൻ്റെ വീട് പണി നടക്കണം, വേഗം തീർന്നു കിട്ടാൻ വേണ്ടി നിങ്ങളൊക്കെ ഒന്ന് ദുആ ചെയ്യണം. അപ്പൊ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്, സ്വപ്നങ്ങളുണ്ട്, അല്ലേ? ഇനി ഞാൻ അതൊക്കെ പണിതു. ഇപ്പൊ എൻ്റെ സ്വപ്നങ്ങളെ പോലെ ആ വീട് ഞാൻ പണിതു. എത്രയാ ഞാൻ അതിൽ താമസിക്കണം? നിങ്ങളുടെ കാഴ്ചയിലൊന്ന് ആലോചിക്കും. ഒരു മാസത്തിൽ 26 ദിവസം ഞാൻ ഇവിടെ, 4 ദിവസമാണ് എൻ്റെ വീട്ടിൽ ഞാൻ താമസിക്കുന്നത്. ഐ മീൻസ് വീട്ടിലേക്ക് പോകുന്നത്. ആ 4 ദിവസത്തിൽ എത്ര ടൈം ഞാൻ ആ വീട്ടിലുണ്ടാവും? പകലുണ്ടാവുമോ? അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്രയും കാര്യങ്ങളുമാണ്. പിന്നെ എത്ര സമയം ഞാൻ ആ വീട്ടിലുണ്ടാകുന്നത്? എത്രയാ? നിങ്ങളൊക്കെ ഒന്ന് ആലോചിച്ചു. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ എത്ര സമയം ഉണ്ടാവുന്നത്? ഇല്ലേ? പക്ഷെ ആ ഒരു നിസ്സാര സമയത്തിന് വേണ്ടി ആ വീടിനെ എത്രത്തോളം നിങ്ങൾ ഭംഗിയാക്കുന്നുണ്ട്, എത്രത്തോളം സൗകര്യങ്ങൾ നിങ്ങൾ ഒരുക്കുന്നുണ്ട്. എങ്കിൽ ഖബറോ? നമ്മുടെ വാപ്പ എത്ര കൊല്ലായി ഖബറിൽ കിടക്കാൻ തുടങ്ങിയിട്ട്? നമ്മുടെ വല്യാപ്പ എത്ര കൊല്ലായി ഖബറിൽ കിടക്കാൻ തുടങ്ങിയിട്ട്? മാറുന്നുണ്ടോ? പോകുന്നുണ്ടോ? ഒരു മാറ്റമുണ്ടോ? ഭംഗിയാക്കണ്ടേ? നമുക്കുള്ള ചോദ്യം അതിൻ്റെ ഉള്ളിൽ ആളുണ്ടോ എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ച് വിശാലമായിട്ടൊരു ചർച്ച തന്നെ നമുക്ക് ചെയ്യാനുണ്ട്.
നമുക്ക് അതിനെക്കുറിച്ച് ഒരു ചെറിയ സൂചന ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നിരുന്നു. ഭംഗിയാക്കണ്ടേ? നമ്മളുടെ വാപ്പമാര് നമ്മളോട് വിളിച്ചു പറഞ്ഞത് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, മരണപ്പെട്ടുപോയേ നമ്മുടെ വാപ്പക്ക എൻ്റെ ഉപ്പ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടില്ല എന്നേ ഉള്ളൂ. കാരണം പറഞ്ഞത് വിധങ്ങളാ. ഒരാള് മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ റൂഹ് ചുറ്റിപ്പറ്റി നിൽക്കുന്ന പോവില്ല. മയ്യത്ത് നിസ്കരിക്കുന്നത് ആരാണെന്ന് അദ്ദേഹം അറിയുന്നുണ്ട്, കുളിപ്പിക്കുന്നത് അറിയുന്നുണ്ട്, എല്ലാം ഈ മയ്യത്ത് അറിയുന്നു. മയ്യത്ത് മീൻസ് അതിന്റെ ആത്മാവ്, റൂഹ് അറിയുന്നുണ്ട്. ആ മയ്യത്ത് വിളിച്ചു പറയും. കുളിപ്പിക്കുന്ന സമയത്തിൽ മയ്യത്ത് പള്ളിയിലേക്ക് ഖബർസ്ഥാനിലേക്ക് കൊണ്ടുപോകുമ്പോൾ കൂടെ നിന്നവരോട് പലതും വിളിച്ചു പറയുന്നുണ്ട്. കിതാബിൽ തെളിവ് സഹിതം നബി തങ്ങൾ വിശദീകരിക്കുന്നുണ്ട്, വിളിച്ചു പറയുന്നുണ്ട് നമ്മളോട്, മനുഷ്യരെ ഞാനും ചതികളിൽപ്പെട്ടതാണ്, ദുനിയാവെന്ന് പറയുന്ന വഞ്ചനയിൽപ്പെട്ടതാണ്, ഒന്ന് മാറി ചിന്തിച്ചോളൂ, അപകടമാണ്, പറഞ്ഞു കേട്ടത് വായിരിയല്ല എന്നൊക്കെ പറഞ്ഞ് ഈ അർവാഹുകൾ, റൂഹുകൾ നമ്മളോട് വിളിച്ചു പറയുന്നുണ്ടെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. പക്ഷെ നമ്മളത് കേൾക്കുന്നില്ല. കേൾക്കാനുള്ള കഴിവ് നമുക്ക് നൽകിയിട്ടില്ല. അങ്ങനെ അതോ കേട്ട് കഴിഞ്ഞാൽ അതോടുകൂടെ നമ്മൾ തീർന്നു നമ്മുടെ ജീവിതം. പള്ളിയിലേക്ക് കൊണ്ടുവന്നു, നിസ്കാരം കഴിഞ്ഞ് തിരിച്ചു പോകുന്നവരോട് വിളിച്ചു പറയുന്നുണ്ട്, അല്ല നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? എന്റെ വീടൊന്ന് നിങ്ങൾ കണ്ടോ? അഭിപ്രായം പറഞ്ഞില്ലല്ലോ. ഞാനൊരു വീട് വെച്ചപ്പോ നിങ്ങൾ വന്ന് പറഞ്ഞത് ഈ പെയിന്റ് അടിച്ചാൽ നല്ല ഭംഗിയായിട്ടുണ്ടാവുമെന്ന്. അവിടെ ആ ലൈറ്റ് വെച്ചാൽ നല്ല ഭംഗിയാവുന്നുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞതല്ലേ? എന്റെ വീട് ചുറ്റി കണ്ടതല്ലേ? എന്റെ റൂമുകളെ കുറിച്ച് അഭിപ്രായം പറഞ്ഞതല്ലേ? കാലാകാലമായി ഞാൻ കിടക്കേണ്ടതായ എന്റെ ഭവനത്തിനെ കുറിച്ച് അഭിപ്രായം പറയാതെ എങ്ങോട്ടാ നിങ്ങൾ തിരിച്ചു പോകുന്നത്? ഒന്നൊന്ന് വന്ന് കണ്ട അഭിപ്രായം പറ. പറഞ്ഞിട്ടുണ്ടോ അഭിപ്രായങ്ങൾ? എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? സൗകര്യങ്ങളെ കുറിച്ച് ആഗ്രഹിച്ചിട്ടുണ്ടോ? വേണ്ടേ? അതാ ഖുസൂറും ഖുബൂറും നിബിധങ്ങൾ പറഞ്ഞത്. ഈ ഖുസൂറുകളെ, ബിൽഡിങ്ങുകളെ, മണിമാളികകളെ, കൊട്ടാരങ്ങളെ വല്ലാതമായി ഇഷ്ടം വെക്കുമ്പോ അതിന്റെ പിന്നിലൊന്ന് ഗൗരവത്തിൽ ചിന്തിച്ചു നോക്ക്. ഇപ്പൊ എൻസൗനൽ ഖുബൂറ, എന്നാൽ യഥാർത്ഥ വീട് എന്ന് പറയുന്നത് ഖുബൂറാൻ, ഖബറാൻ. അതിനെ മറന്നു കളയാണ്. അപ്പൊ അതിനെക്കുറിച്ച് ഇൻഷാ അല്ലാഹ് ചർച്ച ചെയ്ത് നമുക്ക് മറ്റു വിഷയങ്ങളും കൂടി പറയാനുണ്ട്. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഇന്ന് വെള്ളിയാഴ്ചയാണ്, മറക്കണ്ട. സൂറത്തുൽ കഹ്ഫ് ഉണ്ട്, ഒരുപാട് സുന്നത്തുകളുണ്ട്. നോമ്പാണ്. സുന്നത്തുകൾ ചെയ്യുമ്പോൾ, മുടി മുറിക്കുമ്പോൾ, നഖം മുറിക്കുമ്പോൾ, താടി ശരിയാക്കുന്ന സമയത്തിൽ, കുളിക്കുന്ന സമയത്തിൽ, അതുപോലെ തന്നെ സുഗന്ധാറ്റും പൂശാൻ പാടില്ല. കൂട്ടത്തിൽ ഒന്നുകൂടി പറയട്ടെ, ഞാനിപ്പോ അത്താഴത്തിന് എണീറ്റ് നിന്നിട്ട് എൻ്റെ ഡ്രസ്സിലൊക്കെ ഞാൻ അത്തർ തേച്ചു. അങ്ങനെ തേക്കാൻ പറ്റും, രാത്രിയിൽ തേച്ച് വെക്കാം. നോമ്പിന് സുഗന്ധം പൂശൽ കറാഹത്താണ്. കറാഹത്ത് എന്ന് പറഞ്ഞാൽ നോമ്പിന്റെ ഫലം കുറച്ച് കളയുന്നതാണ്. പൂശാൻ പറ്റൂല, പുകക്കാനും പറ്റൂല. നമ്മളൊക്കെ ചന്ദനത്തിരി മറ്റുമൊക്കെ പോക്കുകയാണ്, പറ്റൂല. മനസ്സിലായില്ലേ? പിന്നെ ഞാൻ അത് കൂട്ടത്തിലൊന്നും കൂടി പറയട്ടെ, ഈ പുകക്കലൊരു ഇബാദത്താണെന്ന് ആരും കരുതരുത് കേട്ടോ. ഈ നമ്മൾ ചന്ദന സ്മെല്ലിന് വേണ്ടി പോക്കലല്ല. ഒരു മജ്‌ലിസിലൊക്കെ ഉണ്ടെങ്കിൽ സുഗന്ധം സുന്നത്താണ്, പോതുപോലെയുള്ളത് പോക്കൽ സുന്ന. അല്ലാതെ നമ്മൾ വീടുകളിൽ ഇതൊക്കെ എന്നിട്ട് അതിങ്ങനെ പിടിച്ച്, അതൊന്നും തനിച്ച തെറ്റാണ്. ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ വന്നപ്പോൾ ബായി ഇങ്ങനെ എല്ലായിടത്തും കൊണ്ട് എല്ലാവരും ഇങ്ങനെ ഞാൻ പറഞ്ഞു മേലാടെ ചെയ്യാൻ പറ്റൂല. ഇവിടെ ഈ ഹദ്ദാദിനെ ഇതിങ്ങനെ പോക്ക, എന്നിട്ട് ആളുകൾക്ക് എടുത്തു കൂടെ ആളുകളൊക്കെ ഇങ്ങനെ എടുത്ത് ഇത് കഴിഞ്ഞപ്പോൾ അതൊരു വിവാദത്തായി മാറുകയാണ്. ഞാൻ പറഞ്ഞു നിങ്ങൾ പോക്കുക, സാധനം ഇവിടെ കൊണ്ടുവന്ന് വെക്കുക, ആളുകളുടെ അടുത്ത് നടക്കാൻ പറ്റും. അത് കഴിഞ്ഞാൽ അതൊരു വലിയ ആചാരമായിട്ട് മാറുകയാണ്. ഇതിലെന്തോ പുണ്യമുണ്ട് എന്ന് കരുതുകയാണ്. ഈ പുക കിട്ടി എന്നത് കൊണ്ടൊന്നും നമ്മൾ നന്നാവൂല, അത് ഉറപ്പ് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ അത് വിവാദത്തൊന്നുമല്ല. അതേപോലെ തന്നെ കടകളിൽ കാണാം ചന്ദനത്തിരി കത്തിക്കാം. അതെന്താണ്, അവിടെ കാണാൻ അടച്ചു കെട്ടി കിടക്കുന്നതല്ലേ, പെട്ടെന്ന് തുറക്കുമ്പോൾ ചിലപ്പോൾ അതിന്റെ സ്മെല്ലുകളൊക്കെ ഉണ്ടാവും. അത് പോകാൻ വേണ്ടിയിട്ട് നല്ലൊരു മണം എങ്കിലൊക്കെ. അല്ല, ഇത് കത്തിച്ചത് കൊണ്ട് എന്തോ ഒരു വലിയ ബർക്കത്താണ്, കച്ചവടം കൂടിക്കിട്ടും, വലിയ പുണ്യമുള്ളതാണ്, അങ്ങനൊന്നും ആരും കരുതാത്ത തനിച്ച തെറ്റാണ്. അങ്ങനത്തെ ഒരു വിശ്വാസവും ഇല്ല, ആചാരവും ഇല്ല, ഇബാദത്തും ഇല്ല. അപ്പൊ അത് നല്ലൊന്ന് ശ്രദ്ധിക്കണം. അതേപോലെ തന്നെയാണ് നമ്മൾ സ്പ്രേ പോലെയുള്ള വസ്തുക്കൾ. നല്ലോണം ദുർഗന്ധമുണ്ട്, ശരീരം നല്ലോണം ദുർഗന്ധമുണ്ട്. ആ ദുർഗന്ധം മറ്റുള്ളവർക്ക് പ്രയാസമാവരുത് എന്നുള്ള നിലക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമ്മൾ ആ ദുർഗന്ധം മാറ്റാൻ വേണ്ടിയിട്ട് സുഗന്ധം ഉപയോഗിക്കാം. അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ, കുളിച്ചു കഴിഞ്ഞാൽ അത് ഉണ്ടാവത്തില്ല. അതല്ലാതെ എന്ത് ചെയ്യാൻ പറ്റൂല. ഈ വിഷയങ്ങളൊന്ന് പ്രത്യേകമായി, കാരണം നമ്മൾ ഇത്രയും സുന്നത്ത് ചെയ്തിട്ട് ഒരു കറാഹത്ത് ചെയ്യുമ്പോൾ ആ സുന്നത്തും കൂടി നഷ്ടപ്പെടും. അപ്പൊ ബാക്കിയുള്ള സുന്നത്തുകൾക്ക്, വെള്ളിയാഴ്ച സുന്നത്തുകളൊക്കെ ഉദ്ദേശിക്കുക വീട്ടിൽ നിന്ന് തന്നെ ഒതു കൊടുത്തിട്ട് വരിക. നോമ്പാണ്, ഒതു കൊടുത്തിട്ട് ആ നടക്കുന്ന കൂലി ഒക്കെ നമുക്ക് ഒരുപാട് പ്രതിഫലങ്ങൾ നമ്മൾ അറിയാതെ നേടിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ഇത്യാദി കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അള്ളാഹു തആല ഖൈറായ കാര്യങ്ങൾ ചെയ്യാനും തെറ്റുകളിൽ നിന്ന് അകന്നു നിൽക്കാനുമുള്ള കഴിവും തൗഫീഖും നൽകുമാറാകട്ടെ. പറഞ്ഞോളൂ. കൊടുക്കാം. ഒരുമിച്ച് താമസിക്കാനേ പറ്റൂല.
അർഹരാണെങ്കിൽ കൊടുക്കാം. ഞാനിപ്പോൾ എൻ്റെ ജ്യേഷ്ഠനക്ക് കൊടുക്കാറുണ്ട്. എൻ്റെ ഇവിടെ നിന്നല്ല, നമ്മുടെ നാട്ടിൽ എൻ്റെ ഫിത്ർ സക്കാത്ത് ഇവിടെയാണ്. നമ്മൾ എവിടെയാണോ ഉള്ളത് അവിടെയാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്. അവിടുത്തെ ധാന്യങ്ങളാണ് കൊടുക്കേണ്ടത്. അതിൽ ഇൻഷാ അല്ലാഹ് സമയം വരുമ്പോൾ അതിനെ കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട്. നമ്മൾ അവിടെ ഇപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ അവിടെ പറയുമ്പോൾ ജ്യേഷ്ഠന്മാരെ അർഹതപ്പെട്ട ആളുകളുണ്ട്, ഞാൻ അവർക്കാ കൊടുക്കുക എൻ്റെ ഫിത്ർ സക്കാത്ത്. എല്ലാവർക്കും എല്ലാം കൊടുക്കൂല കേട്ടോ. അത് എൻ്റെ വിതരണത്തിന്റെ രൂപങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് ഞാൻ പറ്റൂ കൊടുത്തു കഴിഞ്ഞാൽ ഫിത്ർ സക്കാത്തായിട്ട് വീടും. പക്ഷെ ഏറ്റവും നല്ലത് ഒരാളുടെ ഫിത്ർ സക്കാത്ത് ഒരു 2-ൽ കൂടുതൽ ആളുകൾക്കെങ്കിലും വീതിക്ക് 3 ആളുകൾക്കെങ്കിലും കൊടുക്കണം എന്നാണ്. അങ്ങനെ കൊടുക്കും ഒരാളുടെ. 2,800 എൻ്റെ ഫിത്ർ സക്കാത്ത്. അതൊരു 3 ആളുകളിലേക്കും കൊടുക്കണം. ഒരാൾക്ക് കൊടുക്കുന്നത് അവർക്കൊരു നേരമെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിൽ കൊടുക്കണം. അങ്ങനെ ആളുകൾക്ക് വിതരണം ചെയ്യുമ്പോൾ കൂടുതൽ കൂലി കിട്ടും. ഇനി അതെല്ലാം കൂടി ഞാൻ ഒരാൾക്കാണ് കൊടുത്തത്, എന്നാലും എൻ്റെ ഫിത്ർ സക്കാത്തായിട്ട് വീടും. അവിടെ കൊടുക്കേണ്ടത് അർഹർക്കാണ് എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ സ്വീകരിക്കാതിരിക്കുന്നില്ല. പക്ഷെ ഏറ്റവും നല്ലത് ബെറ്റർ ഓപ്ഷൻ ഉണ്ടാവില്ലേ, അതിങ്ങനെയാണ്. പറയണം. നിയ്യത്തുണ്ട്. ഇതെന്റെ ഫിത്ർ സക്കാത്താണെന്നുള്ള നിയ്യത്തുണ്ട്. ഇത് സക്കാത്താണെങ്കിൽ ഇതെന്റെ മുതലിന്റെ സക്കാത്താണെന്നുള്ള നിയ്യത്തുണ്ട്. നിയ്യത്ത് വെക്കണം, കൊടുക്കുമ്പോ വെക്കണം, അല്ലെങ്കിൽ നീക്കി വെക്കുമ്പോ. നമ്മൾ സക്കാത്ത് കണക്കാക്കി വെക്കൂലേ, അപ്പൊ ഇത് പറയണം ഇതെന്റെ. അപ്പോഴെങ്കിലും നിയ്യത്ത് വെക്കണം, അല്ലെങ്കിൽ കൊടുക്കുമ്പോൾ നിയ്യത്ത് വെക്കണം, അല്ലെങ്കിൽ മറ്റൊരാളോടാണ് കൊടുത്തയക്കുന്നത്, അല്ലെങ്കിൽ അവരോട് കൊടുത്തയക്കുമ്പോൾ നിയ്യത്ത് വെക്കണം. നിയ്യത്ത് നിർബന്ധമാണ്. അതൊന്നും പറയണ്ട, അവര് വാങ്ങിയാൽ മതി, അവർക്ക് ഒന്നും കരുതണ്ട. കൊടുക്കുന്നവരെ നമുക്കാ നിയ്യത്ത്, അവർക്ക് നിയ്യത്തില്ലല്ലോ. ഇതുവർക്കല്ലേ. അള്ളാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. അർഹമർ റഹീമായ റബ്ബേ, നീ സ്വീകരിക്കണേ തമ്പുരാനെ. അള്ളാഹുവേ ഞങ്ങൾ പറഞ്ഞതും കേട്ടതും ഒക്കെ ഒരു സ്വാലിഹായ അമലായി നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. ദീർഘകാലം ദീനി ഖിദ്മത്തിലായി നിന്റെ ത്വാഅത്തിലായി ജീവിച്ചു മരിക്കാനുള്ള തൗഫീഖ് നൽകണം റഹ്മാനെ. റബ്ബേ, പരിശുദ്ധ റമദാനാണ്. എല്ലാ അർത്ഥത്തിലും ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും ദുആ കൊണ്ട് ഏൽപ്പിച്ചവർക്കൊക്കെ അനുകൂലമായി സാക്ഷി പറയുന്ന രൂപത്തിലാക്കണേ റഹ്മാന്. എല്ലാ അർത്ഥത്തിലും അനുകൂലമാക്കി തരണേ അല്ലാഹ്, പ്രതികൂലമാക്കല്ല റഹ്മാന്. പാപമോചനത്തിന്റെ ദിനങ്ങളാണ് ഞങ്ങളുടെ കുടുംബങ്ങളുടെ ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുടെ സർവമാന പാപങ്ങളും ദോഷങ്ങളും റഹ്മാന് നിന്റെ മഹദ് ഫദ്ല് കൊണ്ട് നീ പുറത്തു തരണേ അല്ലാഹ്. തെറ്റുകളിൽ നിന്ന് പൂർണ്ണമായും അകന്നു നിന്ന് നിന്റെ ത്വാഅത്തിലായി ജീവിക്കാനുള്ള തൗഫീഖ് നൽകണം റഹ്മാന്. അല്ലാഹുവേ ചെയ്യുന്ന ഇബാദത്തുകളൊക്കെയും നീ സ്വീകരിക്കണം റഹ്മാന്. ആഖിറത്തിൽ ഉപകരിക്കുന്ന രൂപത്തിൽ ഖബൂൽ ചെയ്യണേ റഹ്മാന്. അല്ലാഹുവേ, നരകമോചനം നൽകി ഞങ്ങളെയും കുടുംബങ്ങളെയും ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരെയും ഒക്കെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. والحمد لله رب العالمين. السلام عليكم ورحمة الله.